അല്ല ഇവിടുന്ന് നല്ല നാടൻ കോഴിന്റെ സ്മെല്ല് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉമ്മ നാടൻ കോഴി വെച്ചിട്ടുണ്ട് ആയിഷുമ്മ കുക്കറില. കരന്റെ അടുപ്പുമ്പോ ഞങ്ങൾ നാടൻ കോഴി വരെ വെക്കല്. എന്താ ഇത് കുട്ടികൾക്ക് തേക്കാൻ വെളിച്ചെണ്ണ. ഗായ്സ് അപ്പൊ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഓഫായിക്കളാം. Monica, 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 guys. അപ്പൊ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്താണ് ജിബ്രാൻ എല്ലാവർക്കും? സ്വാഗതമല്ല, സ്വാഗതം. അബ്രോ ആ ഇത് ഇന്നലെ കാണിച്ചു കൊടുത്തിക്കണ എല്ലാവർക്കും അന്റെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു. ഇന്നലെ രാത്രിക്കത്തെ വീഡിയോയിൽ നമ്മൾ അവിടെ ഇരുന്നപ്പോ കാണിച്ചു കൊടുത്തില്ലേ? ദയവേത് ഗൈസ് മൊബൈൽ ഓൺ ആക്കാൻ പറ്റൂല. ഓൺ ആക്കി അപ്പൊ വരും ടച്ചാണ്ട്. അപ്പൊ ഭയങ്കര ചിത്രകാരം കാണിച്ചു കൊടുത്ത എത്തത് കക്കാശിയോ? ഇത് ചുമരാണല്ലേ. അപ്പൊ ഇവിടെ കുറച്ച് പെയിന്റ് കൊടുക്കണം. അപ്പൊ ഇത് ചുമരാണെന്ന് അറിയുള്ളൂ. മറ്റേത് രണ്ടും വേറെ വേറെയാണ് ഞാൻ കരുതിയിരിക്കണത്. എന്നാ പിടിച്ച ഇതൊക്കെ ഇന്നലെ കാണിച്ചു കൊടുത്തിക്കണേ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് ഇന്നലെ എടുത്ത വീഡിയോ കാണിച്ചു തരണോ? ആ കാണിച്ചു തരണ്ട്. പടം കാണിച്ചു തരും. അതും കാണിച്ചു കൊടുത്തിക്കണ ഇന്നലെ. നാശിതാ അത് കാണിച്ചു കൊടുത്തിട്ടില്ലേ? കണ്ട ഇത് കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഇന്ന് വരച്ചതാണ് ഗൈസ്. ഇത് നോക്കാണ് നിങ്ങളെ ചെറുക്കൻ്റെ ഒരു കലാവിരുദ്ധമൊക്കെയാണ്. എങ്ങനെ ഇവന് ഇത്ര കഴിവ് കിട്ടി? കഴിവേറിയ ജി കഴിവേറിയവനാ? കഴിവേറിയവനാണ് കഴിവേറിയ അറിയാ അല്ലേ? അല്ല ബ്രോ എടേ ഈ കോൾഗേറ്റ് കഴിക്കാരട്ടെ. പിന്നെ കോൾഗേറ്റ് കൊണ്ടുവന്നിക്കണേ. എന്നാ പിടിച്ചാ രണ്ടു നേരം പല്ല് തേക്കുക. അത് എനക്കല്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് ഇമ്മച്ചിക്കും ഒപ്പിച്ചിക്കും. ഓക്കെ ഒന്ന് ടിഷ ബേബിക്ക്. ടിഷ ബേബി പല്ല് കേട്ടെ. ആട്ടിക്ക ആട്ടിക്ക. ആ ഓക്കെ. പിന്നെ പല്ലില്ല ബാഡി. പല്ലില്ലോലൊക്കെ ഒന്ന് പല്ലേച്ചാ മതി എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ആയ അവസ്ഥ. ജിബ്രാനും നോക്കാണ് അവിടെ അന്തം മുട്ട് കുത്തിരിക്കണേ റോട്ടില്. ഓന് പിന്നെ അങ്ങനെ ഒരു ചേലാണല്ലോ. പുതിയ കുപ്പായം വയറുമുക്കല്ലേ. അല്ല ഇന്ന് നനച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇന്ന് നനച്ചിനെയോ? എത്ര നേരം? മണിക്കൂറൊക്കെ തന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇത് ചെടി നനക്കുള്ള സെറ്റപ്പ് കാണാത്തോലുണ്ട് ഇവിടെ പോരിട്ടോ. കാരണം ഇന്ന് നമ്മളിത് നനക്കല് നിർബന്ധ. തുള്ളി നന ഇതിവിടെ നമുക്ക് 10-30 തൈകളുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്നിനും ബക്കറ്റിൽ കൊണ്ടുപോലും നടക്കൂല. അപ്പൊ ഇതിവിടെ തുറന്നിട്ടാല് അത് സ്പ്രെഡ് ആയിക്കോളും. ഇനി വായാൻ കാണിച്ചു തരാം ഗൈസേ. മക്കളെ അവിടെ നോളിട്ടോ. ഫോണുമ്മലൊക്കെ അവന് സ്കെയിലാക്കണത്. കുളത്തിനൊന്നും നോക്കാം ജിബ്രാൻ. ഇപ്പൊ കണ്ടെങ്കിൽ നമ്മളെ ചെടികൾക്കൊക്കെ തുള്ളി തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെടിക്ക് 8 തുള്ളി വീതം പറഞ്ഞപ്പോൾ കണ്ടെങ്കിൽ 8ാമത്തെ തുള്ളിയാണ് 8. കഴിയുമ്പോൾ നിന്ന് അവിടെ കാണിച്ചു കൊടുത്തോളൂ. ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇത് കണ്ടെങ്കിൽ പ്ലാപ്പിലാണിത്. പ്ലാപ്പിലേക്കൊക്കെ കണ്ടെങ്കിൽ മുരട്ടക്ക് ഇങ്ങനെ വെള്ളം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തടാ. ആ അങ്ങനെയാണ് നമ്മൾ മൊത്തം ചെടിക്ക്. അതായത് ഒരൊറ്റ പൈപ്പ് എടുത്ത് തുറന്നിട്ടാൽ മൊത്തം ചെടിക്ക്. ചക്കൻ്റെ പേരാണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ
എന്ത് പെരിച്ചായാണോ പാമ്പാണെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അപ്പം തന്നെയാണ് പാമ്പുണ്ടാവും ചിലപ്പോഴേ. ആ മാറുന്നല്ലേടാ. ആ പറയാൻ പറ്റൂല. അവിടെ മാറുന്നാളാ. അപ്പോൾ കേസ് നമ്മളെ റംബുട്ടാൻ തൈകളൊക്കെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ ചെടികളും ഇങ്ങനെ അല്ലേ പുതിയ ഇലകളൊക്കെ കിളിർത്ത്. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആകെ കാട് പിടിച്ചിരിക്കണ്. അപ്പം ഇനി ഈ കാടൊക്കെ ഒന്ന് വെട്ടാൻ ഞാനൊരു ദിവസം മെനക്കെടേണ്ടി വരും അല്ലേ കുഞ്ഞോളെ? കാട് വെട്ടാൻ അങ്ങോട്ട് കാണിക്കണ്ട. അവിടെ ഒരാൾ മൂത്രം ഒഴിക്കണുണ്ട്. ഓൻ്റെ മുൻഭാഗം കാണിക്കണ്ട വെച്ചാൽ മതി. സോനൊക്കെ അപ്പോൾ അള്ളിയനേ തുള്ളി നന പുറത്തേക്ക് ഇട്ടിക്കണേ. ഡ്രാഗൺ അത് നമുക്ക് പിന്നെ കാണിക്കാം. ഇവിടെ തെങ്ങ് നനയുന്നുണ്ടല്ലേ, പക്ഷെ ഇതിന് കുറച്ച് മണ്ണ് കുറവുണ്ടോ? അത്ര തന്നെ ഉള്ളു. ഇടുക തേങ്ങ കാണുന്നുണ്ട് ഗൈസ്. പ്രശ്നമുണ്ടോ ഗൈസ്? കുഞ്ഞോളെ പ്രശ്നമുണ്ടോ? കുഞ്ഞോൾക്ക് അറിയില്ല ഗൈസ്. ഇത് നമ്മൾ നാളൊന്ന് ഇതായിട്ടേ ഇളകിയിട്ട് ഫുള്ളും പഠിച്ചു. ഈ ചെരുപ്പിടാതെ ഇങ്ങോട്ട് നിൽക്കണേ. പാട്ട് പാടട്ടെ. ഒന്നു തന്നെയാണ് ഇവനെ കുടിച്ചില്ല. ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്നൊരു ചെന്നായ്ക്കൂട്ടം ഗസാത്തുരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണി കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്നൊരു ചെന്നായ്ക്കൂട്ടം മരിച്ചത് ഞാനല്ല മുസ്ലിമേ ഫാസിസ്റ്റ് തടപ്പറയിൽ അടിമയാ നിൽപ്പോയ എന്ന് തീരും ഈ കണ്ണ് എന്ന് തീരും ഈ കണ്ണ് നേരിൽ. പിന്നെ ബാക്കി എന്തേലും ചവിട്ടാനി കുറ്റിക്ക് കിട്ടിയത് ആർക്കാണ്? അല്ല കണ്ണിന് പഠിച്ചിട്ട് വാ. നാളെ തന്നെ പഠിച്ചിട്ട് വരാൻ കണ്ട ഒരാഴ്ച കഴിഞ്ഞു. തത്തമ്മ 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 ഗൈസ് ഞങ്ങളുടെ നാട്ടില് തത്തമ്മ തത്തമ്മ കിളിപ്പെണ്ണെ നിനാവിൻ എന്ത് അതിലും പോയി കണ്ട് വെറുതെ പൂവർച്ചം കൈയിടണ്ട, പാമ്പട കൊത്തും. എന്താണ് കിപ്പച്ചേ നടക്കണിപ്പോ? ഇബ്രാഹിമേ അവിടെ പുല്ല് കൂടെ നടക്കണ്ട വെറുതെ ഗൈസ്. അപ്പൊ നമ്മളെ മാങ്ങാമുച്ചി നോക്കണേ. പാട്ട് കണ്ട ആരും പാട്ട് കണ്ട എന്റെ ചാനലിൽ നിങ്ങൾ ആരും പാട്ട് കണ്ട ഒക്കെ കഴിഞ്ഞിരിക്കണ്. നിങ്ങളെ പാട്ടാടലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കണ്. നെല്ല് നല്ല ഇതായിട്ട് പുതിയ ഇലകളൊക്കെ ഉണ്ടായി ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അതായത് നമ്മളതേ ഒക്കെ പച്ചേന് അവിടുന്ന് ഇല ഉണ്ടായി വരട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ നെല്ല് നല്ല ഇല ഉണ്ടായി വരുന്നുണ്ട്. അതേപോലെ അരിനെല്ലിയും തന്നെ ഇത് അരിനെല്ലിയാണ്. ഇവിടെ ചീര താളിച്ചാലെന്ന് കഞ്ഞിവെള്ളമല്ല നാളെ താളിക്കാം അല്ലേ? ഓക്കെ. അരിനെല്ലി നനയുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം നനല്ലാത്തൊരു പരിപാടിയില്ല. എന്താണ് എന്ത് മിറാക്കിൾ ഫ്രൂട്ടൊക്കെ ആയിക്കൂടെ ഇപ്പം നമ്മൾ പോകുന്നത്, അതൊന്നും വളർന്നിട്ടില്ല.
ഇനി ഇവിടെ ഒരു മാങ്ങാമൂച്ചി ഉണ്ടായിനി കായ്ച്ചത്. മാങ്ങാമൂച്ചി കായ്ച്ചതൊന്ന് നോക്കാം കേട്ടോ. ഈ കല്ലിൻ്റെ കൂടെ നടക്കരുത് കേട്ടോ. ആ മാങ്ങാമൂച്ചി കായ്ച്ചത് പൗത്തുക്കുണ്ടോ മാങ്ങ. മാങ്ങ പൗത്ത് ഇതാക്കണ മാങ്ങൻ്റെ അണ്ടി പുറത്ത് കാണുന്നുണ്ട്. പുതിയ മാങ്ങ ഉണ്ടാകട്ടല്ലേ. എന്താണോ ബല കണ്ണിറട്ടേക്കോ. വെയിലൊന്നുമല്ല, വെയിലിപ്പോ ഞാൻ പറഞ്ഞിനല്ലോ കരിയരുതെന്ന് പറഞ്ഞതാണ് ഞാൻ. പിന്നെ മമ്മിയാ ഇപ്പ മാത്രമേ ഉള്ളൂ. ഇബ്രാഹിം ആ ചെരുപ്പ് ഇടാതായി കൂടെ നടന്നു കാണ്ട് എന്തുമേലും കുത്തുക, കുപ്പിച്ചില്ല് കുത്തുക, എന്തെങ്കിലും ആകട്ടെ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു. ഇതിപ്പോ എന്തിൻ്റെ തയ്യേനി ചക്കപ്പോയോ എന്ത് ചീരയാണ് ഇവിടെ ഉണ്ടാണ് കൂടുതലും. ഇരുളിൻ്റെ വേരുമെന്നുണ്ടാണത്. ഇരുളിൻ്റെ അതിനൊരു കൈക്കോട്ടും കൊണ്ട് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഫുള്ള് അത് റിസ്ക്കാ. അത് വേറൊരു മണ്ണാണ് അത്. ആ ചെടി അത് കമ്മ്യൂണിസ്റ്റ് അപ്പേ. എന്താ അത് കമ്മ്യൂണിസ്റ്റ് പക്ഷെ അതിന്റെ മണം നല്ല മണാണല്ലോ, നല്ല സ്മെല്ലാണ്. രണ്ടില കടിച്ച് തിന്നളാ. അതെന്താ പറിച്ചോണ്ടെന്ന് തോന്നി. അതാ ചീരൻ്റെ ചീരല്ല മറ്റേതിൻ്റെ ഉരുളിൻ്റെ വേരുമെന്നുണ്ടായ ഉരുളിയോ ഉരുള് ഉരുള് ഉരുളിയാണ് എഴുതി. എവിടെ നാവൂത കുഞ്ഞ് കുഞ്ഞ് പൂ പറിച്ചെടുക്കണ്ട്. ആടട്ടള ആടട്ടള കായ്ച്ചിട്ടല്ലേ തൂങ്ങുള്ളൂ. പോരി ആ കാട്ടുകൂടെ അടക്കണ്ട പോരി. ഇബ്രാഹിം മാറുന്ന അവിടുന്ന് നടന്നാ എന്ത് പോരേന്ന് പോരാനല്ലേ പറഞ്ഞത്. ആ നദി കൂടെ കയറാനോ കയറ്റണോ? ജന്തുക്കളുണ്ടാവും. ആ ഞാൻ കേട്ടാണ്. ഇബ്രാഹിം കയറിക്കോ കയറിക്കോ. എന്തിന് ഇങ്ങനെയൊക്കെ ചെക്ക് ഉണ്ടാവും. മൂക്കാതെ പറിച്ചില്ല. ഇനി തിന്നടാ ആ ആ കയറ ഒരു വടി എടുത്താ. ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വലിച്ച്. നീ വാ 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 ഇതിൽ കൂടെ പോയാൽ മതി, ഇതിൽ കൂടെ പോയാൽ മതി. ഇറങ്ങ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങ് വേഗം ഇറങ്ങിക്കോ. കിട്ടും. അടി പൊട്ടിയിട്ട് ഇറങ്ങില്ലാറ് നല്ല ചാട്. അവിടുന്ന് ഇങ്ങോട്ട് കാല് പൊളിയാട്ടെ കല്ലുമ്മ തട്ടിയിട്ട്. നമുക്കൊക്കെ മര്യാദക്ക് പറഞ്ഞ കേൾക്കും. എന്ത് കയ്പങ്ങ അതുകൊണ്ട് കാര്യമില്ല, അതൊന്നും ഉണ്ടാവില്ല. അവിടെ ഇതിലുണ്ടായിട്ടുണ്ടായി. പിന്നെ നനക്കും ചെയ്ത് കുറച്ച് വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി മാറിക്കണം മാറിക്കണം. അതൊന്നും പ്രതീക്ഷയില്ലാത്ത സാധനമാണ്. അതിലാണല്ലോ നല്ല കയ്പങ്ങ കുഴിച്ചിട്ടാ ഉണ്ടാവും. കേസിന് നമ്മളെ പ്ലാൻ എങ്ങനെയാ വെച്ചാൽ നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് നമ്മൾ ഇങ്ങോട്ടുണ്ടാക്കും. എന്നിട്ട് ഇതൊക്കെ സ്റ്റോർ റൂം ആക്കും. സ്റ്റോർ റൂമല്ല ലിവിങ് ആക്കി മാറ്റും.
ഫ്രണ്ടേജ് മൊത്തം ഇവിടുന്ന് വണ്ടികളൊക്കെ ഇവിടുന്നാണ് വരുന്നത് കയറാം. അപ്പം നമ്മളെ വീട്ടിലേക്ക് വരുന്ന സെക്യൂരിറ്റി അല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഇനി ഇതിൽ കൂടെ ഇങ്ങനെ വരണ്ട, ഇതിൽ കൂടെ ഇങ്ങനെ വന്നാൽ മതി അല്ലേ സോനോ? എനിക്കതിനൊരു ഉണ്ട് കേട്ടോ. കുറച്ച് നേരെ ആയിക്കണേ എന്നവർക്ക് മൈക്കൊടുത്ത് കണ്ട് ഓരോ ഇതായി കുഞ്ഞോടുത്തോണ്ടേ കൊടുത്തോളാം. ആയിക്കൂടെ അല്ല തീ കൂടെ ഒരു കാര്യ ഇനി എങ്ങോട്ടാണ് അവൻ അങ്ങോട്ട് നടക്കണേ? നല്ലൊരു ഒരു തരട്ടെ എനിക്ക്. എന്താണ് ഞാൻ പൂ പറിച്ച് ആ കുഴി കൊണ്ട് ഇടാന്? പിന്നെ എന്ത് ആ തെങ്ങിന്റെ തേങ്ങ പുറത്തേക്ക് കണ്ട പ്രശ്നമില്ല. ഇതിൽ കൂടെ അത് കുഴപ്പമില്ലടാ. മൂന്ന് കുത്തിയില്ലല്ലോ. ബുക്കാണെങ്കിൽ മൂന്തി കുത്തി ബുക്കാണോ? അതാണ് ഐശ്വര്യം. ചോദിച്ചോക്ക് കുഞ്ഞോളോട്. എടാ ഓല അവിടെ നിൽക്കുന്ന ഓല അടുത്ത് പോയി വ്ലോഗ് എടുക്കുക സോനു. ബൈക്ക് ഓളെടുത്തല്ലേ? പൂവല്ലേ? ഗ്രീനല്ല, ഗ്രീനാണ് ഗ്രീന്. ഇതെടുക്കോ? ഓന് വെറുതെ ഓനെന്തെങ്കിലും പണിണ്ടോ? പലിച്ചോക്കെ ടീച്ചർ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ വൈകുന്നേരം ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ കഴിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ്. ഇതുപോലൊക്കെ കാല് കുത്തി കയറിയാലേ ഞാൻ പലപ്പം കൂട്ടല്ലട്ടാ ഞാൻ കൊണ്ടുവരൂല. എനിക്ക് ഒരു കൊല്ലത്തിന് അവിൽ മിൽക്ക് കുടിച്ചാൽ അവിലും തിന്നൂല. മനസ്സിലായോ? ശിക്ഷണ അതെനിക്ക്. കുപ്പിയോ ആ പിടിച്ചാ വെളിച്ചെണ്ണ ആട്ടിക്കണോ? ടിഷ്യൂ ബേബിയെ ടിഷ്യൂ ബേബിയെ അല്ലായ്മ കൂടെ ഞാൻ മറ്റേ ഓസേ പച്ചോസ് ഒന്നും കൂടി മേലെ കൂടെ ഇട്ടാല് വണ്ടി ഇപ്പം ആരും കയറ്റലില്ലാണ്ട്. ബാങ്ക് കൊടുക്കണ്ട ടിഷ ബേബി ഓഫായിക്കളാം. അങ്ങനെ ഗായ്സ് ഞാനും ജിബ്രാനും തറവാട്ടിലേക്ക് പോവുകയാണ്. അല്ലേ ജിബ്രാനെ? ഗൈസ് അങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇങ്ങോട്ടിരിക്കുകയാണ്. മീനേതുള്ള നോക്കട്ടെ. അതെത്തിക്ക ഉണ്ടോ? ഓള് പറഞ്ഞത് വന്നിട്ടില്ലായിരുന്നു. അവിടെ കൊടുത്താളാ. ഡിസ്ക് മുള്ളം കൊടുത്താളാ. ഡിസ്ക് മുള്ളം കൊടുത്താളാ. അങ്ങനെ ഗൈസ് ഇബ്രാനെ എന്താ എന്റെ കയ്യിലായിരിക്കാണ് പൈസ? ആയിരിക്കാ? ആയിരിക്കാണ്? പറ പറയടാ. ബസ്സിനോ? അങ്ങനെ ഗൈസ് അപ്പൊ നമ്മളേ കുറേ ദിവസമായി തറവാട്ടിൽ കൂടെ ഒന്ന് പോയിട്ട് കേട്ടോ. തറവാട്ടിക്ക് പോവാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇന്ന് എടുക്കണതാണ്. ഇന്ന് രാവിലെ അതായത് ഉച്ചക്ക് 12:30 ആകുമ്പോൾ എടുക്കുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് വരിക 2 മണിയാകുമ്പോൾ ഫ്രഷ് വീഡിയോ. ഓക്കെ
നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എടുക്കുന്ന വീഡിയോ ആണിത് അല്ലേ ജിബ്രാനെ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് ഉമ്മാനെ കാണാൻ പോകണം. അപ്പം മൂത്തമ്മാൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ ഡിസ്ചാർജ് ആയത്. പിന്നെ ഇന്നലെ രാത്രി വന്നത്. അപ്പോൾ ഇന്നലെ കാണാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ പ്രശസ്തനായിട്ടില്ല ജിബ്രാൻ കുട്ടി സ്പൈഡർമാനും ഉണ്ട് അല്ലേ? ജിബ്രാൻ കുട്ടിയെ സ്പൈഡർമാനെ, എന്താണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ സൊള്ളാനുള്ളത്? ഇതാർക്ക പൈസ? അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ഉമ്മമാക്ക് ഈ മാസത്തെ യൂട്യൂബിൻ്റെ റവന്യൂ ഒന്ന് ഒരു ചില്ലറ നമ്മളെല്ലാ മാസം കൊടുക്കലുണ്ടല്ലോ ഒരു ഗഡു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഓക്കെ. പിന്നെ ഉമ്മാൻ്റെ റവന്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഉമ്മാൻ്റെ വല്യമ്മാൻ്റെ ഒക്കെ 3000-4000 ഒക്കെ ഉണ്ടായിന്, 2000 ആയി, പിന്നെ 1000 ആയി. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സ് നിങ്ങൾ വീഡിയോ കമൻറ്റ് ഇതൊന്നും അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് സാലറി കുറച്ചത് കേട്ടോ. കമൻറ്റും ഇതൊക്കെ അടിച്ച് വ്യൂവേഴ്സ് നിങ്ങൾ ഷെയറൊക്കെ ചെയ്യുമ്പോഴാണ് വീഡിയോക്ക് റീച്ച് കൂടുക. അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുമ്പോൾ നമ്മൾ ഉമ്മാക്കൊക്കെ കൂടുതൽ പൈസ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ചാണ് കൊടുക്കലുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആയുഷ്മാക്ക് എന്താണ് പണി? ഐഷുമാ നല്ല നാടൻ കോഴിൻ്റെ മണം ഉണ്ടല്ലോ ഇവിടെ. അല്ലേ? എനിക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത്രയും വലിയ ഷൂ റാക്ക് ഇവിടെ ഉണ്ടായാലും ഷൂ റാക്കിൻ്റെ മേലേക്കാരൻ ഷൂ, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ തിണ്ടും മേലേക്കാരൻ ഷൂ. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലമ്മ? അസ്സലാമു അലൈക്കും. ഇവിടെ ഇത്രയും വലിയൊരു ഷൂ റാക്ക് ഉണ്ടെങ്കിലേ ഷൂ റാക്കിൻ്റെ മേലേക്കാരൻ ഷൂ അല്ലെങ്കിൽ ഇവിടേക്കാരൻ ഷൂ അല്ലേ? അപ്പം അതിൽ ആവശ്യമില്ലാത്ത ഒഴിവാക്കിയാണ്ട് ഒക്കെ ആവശ്യമില്ലാന്നല്ലേ? എന്താ വർത്തായിരുന്നിട്ട് നിങ്ങൾ വന്നേ? രാത്രിയോ? എന്താണ് ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ? ആ ഉമ്മമാക്ക് ഇജ്ജ് കൊടുക്കടാ, അവിടെ ഇട്ട് പോവുക. എന്ത് പൊട്ടനാ? സന്തോഷായോ? പിന്നെ സന്തോഷം തരുന്നല്ലേ മാസം എടാ മൈക്കടിക്ക. എന്താ താഴത്തേക്കല്ലേ? എനിക്ക് ക്യാമറ എടുക്കാൻ അറിയാൻ നോക്കണല്ലോ. അല്ല ഇവിടുന്ന് നല്ല നാടൻ കോഴിന്റെ സ്മെല്ല്. ഇവിടെ വാ. ഞാൻ എന്നോട് എന്താണ് ഇവിടെ മണം പറഞ്ഞത്? എന്ത് വെച്ച മണാണ്? നാടൻ കോഴി വെച്ച മണം പറഞ്ഞില്ലേ? മരുന്നിട്ട് വെച്ച മണം. അപ്പൊ തന്നെ ഒരു ചെങ്ങം ബാക്കിയുണ്ടേനി. ആ ചെങ്ങം കൂട്ടുകാരനില്ല. എന്നിട്ടോ അതില് പിന്നെ ഷെഡിലേനി. ഷെഡിന്ന് പിടിച്ചു കണ്ടർത്തു. വണ്ടിന്റെ ഷെഡില് അത് കൂട്ടിൽ കയറി ഐറ്റങ്ങളൊക്കെ ജന്തുക്കള് അന്തിക്ക് വന്ന് കൊണ്ടുപോയിട്ടേ. എന്താ ജന്തുക്കള് വന്ന് കൊണ്ടുപോയിക്ക. പിന്നെ കൂട് കുക്കനെ പോക്കാനോ എന്താ അറിയില്ല. ഉണ്ടോലോ പോക്കാനുണ്ടോലോ. കൂട് പൊളിച്ചു കണ്ടാ കൊണ്ടുപോയിക്കണതേ. കൂട് പൊളിച്ചു കണ്ടാ കൊണ്ടുപോയിക്കണേ. ഇനി ഒറ്റ കോഴിക്കളില്ല. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു അത് കൊടുത്തുങ്ങാണ്ട് എന്തേലും മീൻ എന്തേലും മയക്കളാന്ന് ഞാൻ പറഞ്ഞു. നമ്മള് മേടിച്ചല് ഏതായാലും നാടൻ കോഴിക്കള് മേടിച്ചുങ്ങാണ്ട് വറക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ അറക്കാൻ വെക്കാന്ന്. അപ്പൊ നാടൻ കോഴിയും കൂട്ടി ചോറുന്നാലോ? നിങ്ങൾക്കും കൊണ്ടുവരുവേനി. എപ്പോഴാ വരുന്നുണ്ട്? എപ്പോഴാ വരിക? വേഗട്ടെ തൂമിച്ചട്ടെ അങ്ങോട്ട് വന്നിട്ട് മൂക്കിലിങ്ങട്ടെ അല്ലേ? നാടൻ കോഴി ആയതുകൊണ്ടാ അല്ലേ? 4 ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടിയിരിക്കണം. 4 ആട്ടിയിട്ട് 4 ലിറ്റർ ഒക്കെ കിട്ടിയോ? ചേച്ചി കൊടുത്തില്ലേ? ചേച്ചി കൊടുത്തിട്ടില്ല. ചേച്ചിക്ക് 300 ഉറുപ്പിക കൊടുത്തു. പൈസ കൊടുത്ത്
60 നാളികേരത്തിന് എല്ലായിടത്തും ഒരു നാളികേരം വിളിച്ച 1 ഉറുപ്പ്യാണ്. നമ്മൾ നോക്കാതെ നമ്മൾ പൈസ നോക്കാതെ നമ്മൾ 300 ഉറുപ്പ്യ കൊടുത്തു. ഒരു നാളികേരം ശരിക്കും പൊളിച്ചില്ലെങ്കിൽ 70 നാളികേരം ആകണ്ടേനുള്ളൂ. അപ്പോൾ 60 നാളികേരത്തിന് 600 ഉറുപ്പ്യ കൊടുക്കണ്ടേ? എങ്ങനെയത് എങ്ങനെയത് 1 ഉറുപ്പ്യ ആകുമ്പോൾ 10 ഉറുപ്പ്യ അല്ലേ? അങ്ങനെ 1 ഉറുപ്പ്യ ചേച്ചി അളക്കാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ആ ചേച്ചി അളക്കാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ആണുങ്ങളെ പണിക്ക് വിളിച്ചൊന്നുമല്ലല്ലോ. നമ്മളിപ്പോ ഒന്നും നോക്കിയിട്ടല്ലേ, നമ്മള് ഒന്ന് പൊളിച്ച് വെച്ച പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. എന്നാലും വന്നല്ലോ വിളിച്ചപ്പോൾ ഒന്നും ചെയ്തു. മക്കളൊന്നും വരില്ലല്ലോ. പിന്നെ 300 ഉറുപ്പ്യ ഇതിനും കൊടുത്തു. 360 ഉറുപ്പ്യ ആട്ടാനും കൊടുത്തു. 300 ഉറുപ്പ്യാണ് മുളകും കൂടി കൂട്ടിങ്ങാണ്ട് 2 മുളകും ഉണ്ടായിനി. മൊത്തം 300. അപ്പൊ ഞാൻ തന്നു അരിഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഇട്ട് വില്ലിക്ക് കൊണ്ടുപോയിക്കാണ്. ഉണക്കിയിട്ടൊന്നുമില്ല. അതെന്താ? അത് ആ ബില്ലിന്ന് ഉണക്കിക്കോളാം. അന്ന് മഴ കഴിഞ്ഞി. ഓല ഉണക്കും ചെയ്യോ? പൈസ കൂടുതൽ കൊടുക്കണം. 1 കിലോ ആട്ടണമെങ്കിൽ ശരിക്കും 20 ഉറുപ്പ്യാണ്. പക്ഷെ ഉണക്കിങ്ങാണ്ട് ആട്ടി തരുന്നതിന് 20 ഉറുപ്പ്യ കൂടിയും കൂടും. അപ്പൊ 40 ഉറുപ്പ്യ കൊടുക്കണം മൊത്തം. എന്നാലും എത്ര നാളികേരം ഉണ്ട്? 60 നാളികേരം. 60 70 നാളികേരം. 4 ലിറ്റർ. 4 ലിറ്റർ അല്ലേ? ചെറിയതേനി ചെറിയ നാളികേരം. അല്ലെങ്കിൽ 10 നാളികേരത്തിന് 1 ലിറ്റർ കിട്ടണം ശരിക്കിന്. 10 ലിറ്ററിന് 1 ലിറ്റർ കണക്കാക്കി കണ്ടാണ്. 10 നാളികേരത്തിന് 1 ലിറ്റർ നാളികേരം ഇത് വെളിച്ചെണ്ണ. അങ്ങനെയാണ് കണക്ക്. അപ്പോൾ ശരിക്കിന് 60-70 നാളികേരം ഉണ്ടെങ്കിൽ 7 ലിറ്റർ വേണം. നമ്മളത് ചെറിയ നാളികേരം ആയതുകൊണ്ട് പിന്നെ കോടും ഒക്കെ പാടായതുകൊണ്ട്. എന്തായി ഹോസ്പിറ്റൽ കേസൊക്കെ? ഹോസ്പിറ്റലിൽ പിന്നെ താത്താനെ കൊണ്ടുവന്നു. ഇന്നലെ അന്തിക്ക് കയ്യിന് പിന്നെ സോളർ പൊട്ടിയതല്ലേ ഇനോ. സോളറിന് ഇപ്പോൾ പ്ലേറ്റ് അറിയണ ആ സാധനം ഇട്ടിക്കാണ്. സോളറിന് കൈ ഇതാക്കി കണ്ട് കമ്പി സ്ക്രൂവാണെന്ന് പറഞ്ഞിന്. അപ്പോൾ അത് പറ്റൂല, പ്ലേറ്റ് ഇട്ടേക്ക. അപ്പം ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഇനി കൊണ്ടുപോകണം. വല്യമ്മക്ക് പൈസ കൊടുക്കണ്ടോ? കൊടുത്തിട്ടില്ല. ഇനി വൈകുന്നേരം പോകണം. വല്യമ്മേൻ്റെ പൈസ കൊടുത്തിട്ടില്ല. സോനുവിൻ്റെ ആയിട്ടില്ലല്ലോ. 15-ാം തീയതി അല്ലേ? അങ്ങനെ ക്യാമറമാൻ്റെ ചാർജ് അല്ലേ? ഒക്കെ പാടെ ഒപ്പം മതിയായിരുന്നു. ഞാൻ വേണോ ചോദിച്ചു. 1-ാം തീയതി പകുതി വേണോ ചോദിച്ചു. 15-ാം തീയതി ഒരു ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾ പോകുന്ന അതുകൂടി ആയിട്ട് പോകേ. അതിനെന്താ നേരല്ല. അത് നിങ്ങൾ വൈകുന്നേരം വന്നാൽ മതി. അല്ല ഉച്ചക്ക് നിങ്ങളെ ചോറിന്നിട്ട് വന്നാൽ മതി. ഇപ്പൊ അവിടെ കൂട്ടാനും ഇതൊക്കെ ഉണ്ടോ? ഇല്ല. ഇപ്പൊ മീൻ വാങ്ങാൻ പറയണം നിങ്ങളോട്. മീൻ വാങ്ങാൻ പറയണേ. ഞാൻ പറയുമ്പോ തൂമിച്ചിട്ടൊക്കെ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഉമ്മ നാടൻ കോഴി വെച്ചിട്ടുണ്ട്. ആയിഷുമ്മ കുക്കറില. കരന്റെ അടുപ്പുമ്പോൾ നിങ്ങൾ നാടൻ കോഴി വരെ വെക്കല്? കരന്റെ അടുപ്പുമ്പോഴും ഗ്യാസിലൊക്കെ വെക്കും. കുക്കറിലാവുമ്പോളേ അങ്ങനെ സുഖം. ഇപ്പൊ ഞാൻ തുറന്നാലേ ഉള്ളു കാണാൻ പറ്റില്ലേ വന്നിട്ട്. ഞങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ? ഇത് കുട്ടികൾക്ക് തേക്കാൻ വിളിച്ചെണ്ണ. കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റൂല. അത് ഉപയോഗിച്ചണ്ടാകുന്നതാണ്. നമ്മൾ ആട്ടിയതല്ലേ. മനുഷ്യന്മാര് തിന്നണില്ലാറ് വലുതാണ് അമ്മ തലയിൽ തേക്കല്. കുട്ടികളത് കിച്ചണിൽ ഉപയോഗിച്ച മറ്റവനെ കൊണ്ട് പോയി നോക്കാണ്. കിച്ചണിൽ ഉപയോഗിച്ചാൽ കജ്ജും എളുപ്പം. ഭക്ഷണത്തിക്കാണ് നല്ല വെളിച്ചെണ്ണ വേണ്ടത്. അങ്ങനെ ഉപയോഗിക്കാൻ മാത്രല്ലേ. അല്ലാതെ 1/2 ലിറ്റർ ഇത് എത്ര? 750 750 മില്ലി ഉണ്ടാവും. അത് 750 500 ഉപ്പല് 500 ഇത്ര ഉണ്ടാവൂല. 500 ഇത്ര ഉണ്ടാവൂല. എത്ര ആയാലും ഇന്നതും കൊണ്ട് ഈ വെളിച്ചെണ്ണൻ്റെ ഇന്നതും കൊണ്ട് കുപ്പിയ അവിടെ നോട്ട് എന്തിനാണ് അവിടെ വെറുതെ പ്ലാസ്റ്റിക് നിറക്കാൻ. എന്നിട്ട് ബലയിൽ വെള്ളം നിറച്ച് കുടിച്ചു. ഞങ്ങൾ പോയിട്ടാ മൈക്കട്ടിക്കാണി. ഒക്കെ സ്വന്താക്കാൻ നോക്കാലോ, ഒച്ച ഉണ്ടാക്കാതെ. അതോടെ സ്വന്താക്കിയാല് വിലപിടിപ്പുള്ള സാധനമാണതേ. പറഞ്ഞിട്ട് കാര്യമല്ല, ഞമ്മക്കിപ്പോ അതുകൊണ്ട് ഉപകാരമില്ല. അല്ലെങ്കിൽ പൈസ ഉണ്ടൂല എന്തേ. ഞങ്ങൾ പോയിട്ടോ. അസ്സലാമു അലൈക്കും.
ജിബ്രാനെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയില്ലേ ആട്ടിയത്? 1 ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടിയില്ലേ? തറവാട്ടിന്ന് ലാഭായി. ഗൈസ് അപ്പൊ നമ്മളെ അതിന്റെ കിണാപ്പ് മുട്ടിച്ച വെളിച്ചെണ്ണ അടിക്ക. അപ്പൊ ഗൈസ് നമ്മളെ തറവാടുമായിട്ട് കുടുംബ ബന്ധം പുലർത്തുന്നത് നല്ലതാ. കാരണം ഇങ്ങനെ കുടുംബബന്ധം പുലർത്തിയുള്ള മെച്ചം എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടങ്ങൾ ഞാൻ തറവാട്ടിൽ വെറുതെ ഒന്ന് പോയതാണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 ലിറ്ററിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കിട്ടി, ആട്ടിയ വെളിച്ചെണ്ണ. ഇതൊക്കെ പറഞ്ഞാൽ മായം ചേർക്കാത്ത വെളിച്ചെണ്ണയാണ്. ഇതൊക്കെ ഇങ്ങനെ കിട്ടുക പറഞ്ഞാലേ നല്ല കിട്ടല. എന്താ ജിബ്രാനെ അല്ലേ? നിങ്ങളൊക്കെ അപ്പം നമ്മൾ കുടുംബബന്ധം പുലർത്തിയുള്ള മെച്ചതാണ്. ഞാൻ ഇങ്ങനെ പുലർത്തും, തേങ്ങ ആട്ടിയാൽ ഞാൻ പുലർത്തും. അതേപോലെ എന്തെങ്കിലും ഇതേപോലെ തറവാട്ടിൽ നാടൻ കോഴി ഉണ്ടാക്കിയാൽ ഞാൻ കുടുംബബന്ധം പുലർത്തും. അങ്ങനെ എന്തെങ്കിലും മെച്ചുണ്ടെങ്കിൽ നമ്മൾ കുടുംബബന്ധം പുലർത്തണം. അല്ലെങ്കിൽ പിന്നെ അവിടെ വലിയ കാര്യമൊന്നുമില്ല അല്ലേ ജിബ്രാനെ? മെച്ചുണ്ടെങ്കിൽ കുടുംബബന്ധം പുലർത്താൻ എനിക്ക് അത്രയും കൂടെ പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, കുഞ്ഞുമോളെ എന്നാ പിടിച്ചാ ഇത് കൊടുക്കണത് അതിക്കടിക്ക. മരിച്ചത് നീയല്ല നീയാ. 1/2 ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത് 750 മില്ലിയാണ് കണ്ടിട്ട്. കറണ്ടിലാറുണ്ടല്ലേ അല്ലേ? എന്തായാലും നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, നാടൻ വെളിച്ചെണ്ണ. സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കുക. അത് തലയിൽ തേക്കാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. കുട്ടികളെ തലയിലേ ടിഷൻ്റെ ഒക്കെ അതിന് മറ്റേ ഇത് വെച്ചാ പോരെ, MS-ന്റെ ഇത് കിച്ചണിലൊക്കെ ഉപയോഗിച്ചൂടെ? ശരിക്കും നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചോ ഫുഡ് ഉണ്ടാക്കലുണ്ടോ? കുട്ടികൾക്ക് ഉണ്ടാക്കലുണ്ടോ? നമ്മളുണ്ടാക്കണതല്ലോ കൊടുക്കലുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കലില്ലല്ലോ അല്ലേ? അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ വൈകുന്നേരം അസർക്ക് അറിയില്ല, പിന്നെ ഉണ്ടാക്കാണ് നിവർത്തികേടോണ്ട് ഉണ്ടാക്കാണ്. എന്നായിക്കോട്ടെ എന്നാ പോയോ പൈസ ഇനി വൈകുന്നേരം നമുക്ക് വല്യമ്മാരുടെ അടുത്ത് പോയിട്ടേ വല്യമ്മാന്റെ പൈസ കൂടി കൊടുക്കണം തറവാട്ടിൽ പോയിട്ട്. വല്യമ്മാന്റെ പൈസ കൊടുത്തില്ലല്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയണം. അപ്പൊ ഇത് ഇന്ന് നമ്മൾ എടുക്കണ സമയം ഇപ്പൊ എത്ര? 1:05. ഇന്ന് 2:30 ഡിസ്കമുള്ളതിനെ തരാൻ പറഞ്ഞു. കിട്ടിയില്ലേ? അപ്പൊ 1:15 ആകാനായി ഗൈസ്. ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ 2:30ക്ക് കിട്ടാൻ പോണത് അല്ലേ? ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചത്. അതാണ് അൻഷിഫ് മുനിക്കൽ ഫാമിലി ഫ്രഷ് വീഡിയോ അല്ലേ? സെറ്റ്. അപ്പൊ ആയിക്കോട്ടെ ഗൈസ്, സെറ്റ്.